ഇവിടെ നിർത്താൻ പാടുണ്ടോ, നിർത്തിക്കഴിഞ്ഞാൽ വല്ല സീനുണ്ടോ എന്നാണ്. പതുക്കെ എങ്ങനെ പോവാം. നല്ല കിടിലൻ സ്പോട്ടാണത്. മറ്റേ കേരള അല്ലേ? ഇനി കുറച്ചു നേരം ഹൈവേയിലൊന്ന് കയറിയാലോ? കയറാല്ലേ? ഒന്നും നോക്കണ്ട, എത്താറായിട്ട് ആകെ ഒരു 10-12 കിലോമീറ്റർ കൂടെ എന്തോ ഉള്ളൂ. അങ്ങനെ കയറാം, വരണോടത്ത് വെച്ച് കാണാം. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നിതാ നമ്മൾ ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു റൈഡാണ്. സമയം 3:30 AM. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂർ, മൈസൂർ, കുട്ട, തോൽപ്പെട്ടി, മാനന്തവാടി ആ ഒരു റൂട്ടിലാണ് നമ്മളുടെ റൈഡ് പോകുന്നത്. അതിന് മുമ്പ് പെട്രോൾ അടിക്കണം, കാരണം തീരെ പെട്രോളില്ല. നമ്മളെ ഫ്യൂവലിൻ്റെ വാണിംഗ് എല്ലാം വന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു മൈസൂർ റോഡിലോട്ടൊക്കെ പോന്നിട്ട് കുറേ കാലമായിട്ടോ, ഇതിലങ്ങനെ വരാറില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് മുത്തങ്ങ അല്ലെങ്കിൽ കൂടല്ലൂരോ വഴിയൊന്നുമല്ല, ഒരു പുതിയൊരു റൂട്ടാണ്. പുതിയ റൂട്ട് മീൻസ് ഞാൻ പോകുന്നത് ഇതാദ്യമായിട്ടാണ് ആ റൂട്ടിൽ. നമ്മൾ തോൽപ്പെട്ടി, കുട്ട, മാനന്തവാടി വഴിയുള്ളൊരു റോഡാണ്. ആക്ച്വലി ഇപ്പോൾ ഞാൻ പറഞ്ഞ 3:40 സമയം. ഇന്നലെ രാത്രിയിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതിൽ രാത്രി അങ്ങനെ റൈഡ് പോകുന്ന അത്ര സേഫല്ല. അപ്പോൾ അതുകൊണ്ട് ഏർലി മോർണിംഗ് ആക്കിയതാണ്. രാത്രിയിൽ ആ ഒരു റൂട്ട് മാത്രമേ കേരള കർണാടക ബോർഡർ നമ്മൾ ആ ഏരിയയിലോട്ട് ഓപ്പൺ ആകുന്നുള്ളൂ. പക്ഷേ രണ്ടാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പോകണം. നല്ലൊരു കിടിലൻ റോഡാണ്, നല്ലൊരു റൈഡും ആയിരിക്കും. കാരണം കാടിൻ്റെ അകത്തൂടെയാണ്, നമുക്കറിയാത്തൊരു റൂട്ടുമാണ്. സോ പെട്രോള് ഫില്ല് ചെയ്തു. തീരെ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. 1700 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇവിടെ നോർമലിന് വില വരുന്നത് നമ്മളെ XP 95-ന് 110 രൂപയാണ്. അങ്ങനെ നോക്കുമ്പം അറൗണ്ട് ഒരു 16 ലിറ്ററോളം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു ടീ അടിച്ചിട്ട് പോകാം. കുറേ നേരമായി വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു, 1.5 മണിക്കൂറായി. മൈസൂർ എത്താറായിട്ടുണ്ട്. ഇനി അറൗണ്ട് ഒരു 25-30 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊരു ബ്രേക്ക് എടുത്തു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ റോഡ് ഫുള്ള് കാലിയും കൂടെ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് ഇങ്ങ് പോന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉറക്കമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ജസ്റ്റ് ഒരു കോഫിയും ചെറിയൊരു സ്നാക്സും കഴിച്ചു.
നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൈസൂർ എക്സ്പ്രസ് ഹൈവേ ഉണ്ടല്ലോ, അതിൻ്റെ പാരലായിട്ടുള്ള സർവീസ് റോഡിലൂടെയാണ്. നമ്മൾ അറൗണ്ട് മൈസൂർ എത്താറായിട്ടുണ്ട്. ഇങ്ങനെ ഒരു 10-20 കിലോമീറ്റർ കൂടെ എന്തേ ഉള്ളൂ. ഇന്ന് നമ്മൾ പോകുന്ന റൂട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ പോകാത്തൊരു റൂട്ടാണത്. കുട്ട, പിന്നെന്തോന്ന്, തോൽപ്പട്ടി, മാനന്തവാടി, ആ ഒരു റൂട്ടിലൂടെയാണ് ഇന്ന് പോകുന്നത്. അതുകൊണ്ട് എനിക്കറിയത്തില്ല റൂട്ട്. മൈസൂർ വരെ ബൈ ഹാർട്ടാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകാം. പക്ഷെ മൈസൂർ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് എവിടുന്നോ ഒന്ന് തിരിയാനുണ്ട്. അപ്പോൾ ഏതായാലും മൈസൂർ എത്തിയതിന് ശേഷം മാപ്പ് ഇടണം. ആ റൂട്ട് നല്ല അടിപൊളി ഫോറസ്റ്റ് റൂട്ടാണ്. പക്ഷേ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് രാത്രിയിൽ ഓപ്പണാണ് കേട്ടോ ആ റൂട്ട്. അതിലൂടെയാണ് നമ്മൾ ഈ KSRTC ബസ്സുകളും രാത്രി സഞ്ചാരങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ബൈക്ക് എന്നല്ല, കാറ് കൊണ്ട് തന്നെ അതിലൂടെ രാത്രി പോകുന്നത് ചെറിയ റിസ്ക്കാണ്. അവിടെ പല എന്താ പറയുക, അനിഷ്ട സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ്. ആളുകളെ ഈ കൊള്ളയടിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ പിന്നെ ഈ ബൈക്ക് കൊണ്ട് പോകുന്നതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. നമുക്കിനി കുറച്ച് നേരം ഹൈവേയിലൊന്ന് കയറാമല്ലേ? ഒന്നും നോക്കണ്ട, എത്താറായിട്ട് ആകെ ഒരു 10-12 കിലോമീറ്റർ കൂടെ എന്തോ ഉള്ളൂ. അങ്ങ് കയറാം, വരണോടത്ത് വെച്ച് കാണാം. കുറേ നേരം ഇങ്ങനെ ഇട്ട് കൊതിപ്പിക്കുന്നു. നമ്മളിങ്ങനെ പാവങ്ങൾ ഹൈവേയുടെ സൈഡിലൂടെ ഇങ്ങനെ വരിക, എങ്ങനെ പോവാന്നല്ലാണ്ട് നമ്മളൊന്ന് കുറച്ച് ഓടിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഈ ഒരു സമയമായതുകൊണ്ട് പോലീസുകാരൊന്നും കാണത്തില്ല. പിന്നെ ക്യാമറ ഒന്നും വിഷയമാക്കണ്ട, കുറച്ചൊക്കെ ഒന്ന് വണ്ടി ഓടിക്കാം നമുക്ക്. ഈ ഒരു ഹൈവേ ഓപ്പൺ ആവുന്നതിന് മുമ്പ് ഇതിലായിരുന്നു സ്ഥിരം. അന്ന് എൻ്റെ കയ്യിൽ നിഞ്ച 1000 ഉണ്ടായിരുന്നു, ഡയറ്റോണ ഉണ്ടായിരുന്നു. അന്ന് ഇതിലിട്ട് പൊള്ളിച്ചതാണ്. അധികവും നിഞ്ച 1000 ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പം മൈസൂർ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് റൈറ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കുറച്ച് നേരം ഒന്ന് റൈറ്റ് എടുത്ത് നമുക്ക് പോയിട്ട് മാപ്പ് ഇടണം. കാരണം എനിക്കൊരു ധാരണയില്ലേ റോഡ്. പറഞ്ഞില്ലേ, പുതിയ റോഡിലൂടെയാണ് പോകുന്നത്. എനിക്ക് തീരെ പരിചയമില്ലാത്ത റോഡാണ്. ഇതേതാ റൂട്ടെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് കുറച്ചങ്ങ് പോയിട്ട് മാപ്പ് ഇടണം. ഇവിടെ നിന്ന് തന്നെ ഇട്ട് പോയേക്കാം, വെറുതെ റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഞാനിപ്പം തോൽപ്പെട്ടിയിലോട്ടാണ് മാപ്പ് ഇട്ടിട്ടുള്ളത്. അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം എങ്ങോട്ടാണ് എന്തൊക്കെയാണെന്നുള്ളത്. മാപ്പിലെന്തോ സെറ്റിങ്സിലെന്തോ ഒരു ഇത് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഫുൾ മാപ്പ് കാണിക്കുന്നില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് തോൽപ്പെട്ടി ഇട്ടിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് കൽപ്പറ്റ ഇട്ട് പോകാം. അതാകുമ്പോൾ മാനന്തവാടി നിന്ന് എനിക്ക് തോന്നുന്നു 2 റൂട്ട് വഴി പോകാം. നമ്മൾ കുറ്റ്യാടി ചുരം ഇറങ്ങിയിട്ട് വേണമെങ്കിൽ പോവാം. നമുക്ക് കൽപ്പറ്റ കയറി അങ്ങനെയും പോവാം. അപ്പോൾ കുറ്റ്യാടി ചുരം വഴി പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കൂടുതലാണ്. നമുക്ക് കൽപ്പറ്റ വഴി തന്നെ പോയി നോക്കാം. ഏതോ ഒരു ചെറിയ ടൗൺ എത്തിയിട്ടുണ്ട്. ഇത് ഏതാ ടൗണെന്നറിയില്ല. ഈ പമ്പ് ഓപ്പൺ അല്ലല്ലോ. പെട്രോൾ അടിക്കണമായിരുന്നു. നമുക്ക് 2 റൂട്ടും കാണിക്കുന്നുണ്ട്. ആ റൂട്ടിലോട്ടും പോവാം, ഈ റോഡിലൂടെയും പോവാം. പക്ഷേ ഈ റോഡിലൂടെ 8 മിനിറ്റ് സ്ലോവറാണ് ആ റൂട്ട്. ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ 2 റൂട്ടും ചെന്ന് മുട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. നമുക്കിനി പമ്പ് കണ്ടുപിടിക്കണമല്ലോ. യെസ്, ഇവിടെ ഒരു പമ്പ് അതാ കാണുന്നുണ്ട്. നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് പോവാം. ഇവിടെ ഒന്നും ആരും ഇല്ലേ? നോർമലേ ഉള്ളൂ. പവർ ഇതിയാ? പവർ
ഫുള്ളാക്കി. പെട്രോള് ഫില്ല് ചെയ്തു കേട്ടോ. സമയം ഏതാണ്ട് 6-6:15 നേരം വെളുത്തു. നല്ല രീതിയിൽ വെളിച്ചം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോവാം. ഈ റൂട്ടിൽ ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റേതായ ഒരു മാന്ദ്യതയുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റും കാണിക്കുന്നുണ്ട്, നേരെയും കാണിക്കുന്നുണ്ടല്ലോ. ഈ ഗൂഗിൾ ആൻഡ് എന്നാൽ തോൽപ്പെട്ടി മാനന്തവാടി സെയിം. കാരണം ഞാൻ ചോദിക്കുക ഒന്ന് കൺഫേം ആക്കിയതാണ്. ഗൂഗിൾ ആൻഡിനെ വിശ്വസിക്കാൻ പറ്റില്ല. ആളുകളെ പുഴയിലും തോട്ടിലൊക്കെ കൊണ്ട് ചാടിക്കുന്നതാണ്. ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. പുള്ളി പറഞ്ഞു നേരെ വിട്ടോളം പറഞ്ഞു. കാരണം അപ്പുറത്തൂടെ വേറെ റോഡും കാണിക്കുന്നുണ്ട് സ്ട്രെയിറ്റ്. അതാണ് ഒരു സംശയം തോന്നിയത്. ഇതിപ്പോൾ എന്താ റോഡ് ഇങ്ങനെ? ഇതെങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നാവോ? വഴി തന്നെ കാണിക്കുന്നത്, പക്ഷേ ഇതൊരുമാതിരി ഗ്രാമത്തിലൂടെ പോകുന്ന പോലെ ഉണ്ടല്ലോ. ഏതായാലും പോയോക്കാം. എനിക്ക് തോന്നുന്നു ഇതല്ല കേട്ടോ നമ്മുടെ ശരിക്കുള്ള ബസ് റൂട്ട്. ഏതായാലും നമ്മൾ തോൽപ്പെട്ടിയിലോട്ട് എത്തുന്നുണ്ട്. നമുക്കത് മതി. എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിയാൽ മതി. ഇത് തന്നെ അല്ലേ റൂട്ട്? ഒന്ന് നോക്കിയേക്കാം. ഇതന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാട്. ഒരു മിനിറ്റ് ഒന്ന് വണ്ടി സൈഡാക്കിയിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം. യെസ്, റൂട്ട് അതൊക്കെ തന്നെയാണ്. ഇതാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്കോ അങ്ങനെ എന്തോണ് കാണിക്കുന്നത് അവിടെ. ഏതായാലും അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭയം പോലെ, കാരണം ആദ്യമായിട്ടാണ് ഈ റോഡിലൂടെ പോകുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. ഇവിടെ എന്താ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടല്ലോ. ചെക്ക് പോസ്റ്റ്, ടോയ്ലറ്റ്, സഫാരി കൗണ്ടർ. ಮತ್ತೆ ಕೇರಳ ಎಲ್ಲಿ? ಅಯ್ಯೋ, ഇതിൽ ಹೋಗೋಕ್ಕಾಗಲ್ಲ. ಅಯ್ಯೋ, ಎಷ್ಟು ದೂರ ಇದೆ ಅಲ್ಲಿ? ಹುಣಸೂರಾ? അയ്യോ, പണി പാളി. നമുക്ക് പണി കിട്ടി. ഹൊൻസൂരിന്ന് ലെഫ്റ്റ് പോവാം. നമുക്കിതിലെ റോഡ് 2 വീലർ അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. എനിക്കപ്പോഴേ തോന്നിയായിരുന്നു. ഇനി ഹുൻസൂറിലോട്ട് വീണ്ടും തിരിച്ചു പോകണം. അയ്യോ, അറൗണ്ട് ഒരു 10 കിലോമീറ്റർ നമ്മളിങ്ങോട്ട് പോകുന്നു തോന്നുന്നുണ്ട്. വെറുതെ ഇതിൽ ബസ് റൂട്ടും അല്ല, പിന്നെ എന്ത് തേങ്ങയൊക്കെ ഈ ഗൂഗിൾ ആൻഡ് എന്നെ നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഏതായാലും പേടാനുള്ളത് വിട്ട്. വഴി തെറ്റിന്ന് പറയാൻ പറ്റില്ല. അതിൽ പോകുന്ന റൂട്ട് തന്നെയാണ്. പക്ഷേ സംഭവം ഇതിലെ റൂട്ട് ഉണ്ട്, പക്ഷെ 2 വീലേഴ്സ് അലൗഡ് അല്ല. നമുക്ക് നേരത്തെ ഞാനൊരു ചേട്ടൻ്റെ അടുത്ത് അവിടെ വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം ഗൂഗിൾ ആൻഡ് നേരായ മാർഗ്ഗം കാണിച്ചു തന്ന് നേരെ വഴി തന്നെ പോകേണ്ടിയിരുന്നു. ഞാൻ ഇവിടുന്നാണ് നേരത്തെ ഈ പുള്ളിയുടെ അടുത്ത് ചോദിച്ചേ.
സമയം അത്രയും പോയല്ലോ എന്നുള്ളതാണ്. പിന്നെ ഏതായാലും പോയി നോക്കാന്നുള്ള രീതിയിൽ അങ്ങ് പോയി നോക്കിയതാണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം പോയെന്നല്ലേ ഉള്ളൂ. ഈ റൂട്ട് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുക. ഒന്ന് മോനെ ഒന്ന് ഇനി സമയം തെറ്റിച്ച് എനിക്ക് സമയം കളയാൻ ഇതില്ല. ഒന്ന് നിർത്തി ഒന്നുകൂടെ കൺഫേം ആക്കിയിട്ട് പോവാം. മറ്റേത് ഇനി ഇന്ത്യയിൽ സമയമില്ല മക്കളെ. യെസ്, ഇത് തന്നെയാണ്. ഇപ്പം ഏതാണ്ടൊക്കെ ഫോറസ്റ്റിന് അങ്ങോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കൽപ്പറ്റയ്ക്ക് ഇനിയുണ്ട് 108 കിലോമീറ്റർ. എൻ്റെ പൊന്നോ, 10:15 കാണിക്കുന്നത് കൽപ്പറ്റയ്ക്ക് കേട്ടോ. എനിക്ക് അവിടുന്ന് വീണ്ടും 2 മണിക്കൂർ യാത്ര വീണ്ടും ഉണ്ട്. നാഗർഹോൾ ടൈഗർ റിസർവ് ആണത്. ഞാൻ വഴി തെറ്റിപ്പോയില്ല ഒരു റോഡിലോട്ട്. അതിൻ്റെ അവിടെ പേര് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലാണോ? ഇതൊക്കെ ഓരോരോ വല്ലാത്ത റൂട്ടുകൾ തന്നെ കേട്ടോ. എനിക്കിതിലെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നേരെ അങ്ങ് മുത്തങ്ങ വഴിയോ അല്ലെങ്കിൽ ഗൂഡല്ലൂർ വഴിയോ ഒക്കെ പിടിച്ചിരുന്നെങ്കിൽ 9:30 ഒരു മാക്സിമം 10 മണിയാകുമ്പോഴത്തേന് വീട്ടിലെത്തിയേനെ. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് വലിയ കൂടുതലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അറൗണ്ട് ഒരു 10-30 കിലോമീറ്റർ എന്തോ കൂടുതലേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആ വഴി തെറ്റിയത് കാരണം ഒരു 10-25 കിലോമീറ്റർ എക്സ്ട്രാ നമ്മൾ ഓടി. അല്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ കൽപ്പറ്റൊക്കെ എത്തിയേനെ. റോഡ് ചില ഭാഗത്ത് കൊള്ളാട്ടോ, ചില ഭാഗത്ത് പക്ഷെ വളരെ മോശം. ഈ ഒരു സ്ട്രെച്ചൊക്കെ കൊള്ളാം. 2 ഭാഗത്തും നല്ല വൈറ്റ് ലൈനും നീറ്റ് റോഡാണ്. എന്താണ് എങ്ങോട്ടേ വരുന്നു നോക്കിയ ബസ്സുകളൊക്കെ. അതെനിക്കൊരു മുന്നറിയിപ്പാണ്. കാരണം ഇത് ചെറിയ റോഡാണ്, വലിയ വിടുത്തൊന്നുമില്ല. നോക്കിയും കണ്ടൊക്കെ പോയിക്കോ എന്നാണ് ആ ഒരു സിഗ്നൽ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഒരു അർജൻറ്റായിട്ടൊരു ആവശ്യത്തിന് പോകുവാണ്. അതാണ് ഞാൻ ഇങ്ങനെ ഇത്ര ധൃതി പിടിച്ച് പോകുന്നത്. എത്രയും നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്തുക എന്നുള്ളതാണ്. കാരണം തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരണം. പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ തിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല അടിപൊളി വ്യൂ കേട്ടോ. എൻ്റെ വലത്തെ സൈഡിൽ നല്ല വയലും ഇപ്പുറത്തെ സൈഡിൽ കാടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ.
ഫുള്ള് കാപ്പിത്തോട്ടം കേട്ടോ. നമ്മളിപ്പോൾ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ്. നല്ലൊരു എന്താ പറയുക, കാപ്പിയുടെ ആ ഒരു പൂവുണ്ടല്ലോ, അതിൻ്റെ ഒരു മണവും വരുന്നുണ്ട്. റോഡ് അൺപ്രഡിക്റ്റബിൾ ആണ് ഇവിടെ. കുറച്ച് നേരം നല്ല കിടിലൻ റോഡായിരിക്കും, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, വീണ്ടും നല്ല റോഡ്, അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, റോഡ് ഇതാ നന്നായി. എനിക്കിതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ടാർ ചെയ്ത് വിടണം. നമുക്കിവിടെ ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഏതാ സ്ഥലം? ഏതായാലും ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതിപ്പോൾ ഏതാ സ്ഥലം? കുട്ടയാണോ? കുട്ട. യെസ്, കുട്ട പോലീസ് സ്റ്റേഷൻ. നമ്മളിപ്പോൾ കുട്ട എത്തിയിരിക്കുകയാണ്. കുട്ട എത്തിയിരിക്കുകയാണല്ലോ, കുട്ടയെ എത്തിയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ഒരുപാട്. പക്ഷെ അങ്ങനെ ധൃതി പിടിച്ച് വരാതെ നല്ല റിലാക്സ് ചെയ്ത് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല റൂട്ടാണ് കേട്ടോ. അടിച്ച് പൊളിച്ച് നമുക്കങ്ങനെ രസമായിട്ട് വരാം. അയ്യോ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഇങ്ങനെയാണോ? എങ്ങനെയാണെങ്കിൽ നമ്മളൊരു പാടുപെടും. സംഗതി നല്ല രസമുണ്ട് കാണാനൊക്കെ. റോഡും കൂടെ ഒക്കെ ഒന്ന് പൊളിച്ചാൽ പൊളിക്കും. ഇതിലൂടെ രാത്രി ഒറ്റയ്ക്ക് വരലൊന്നും നടക്കൂല കേട്ടോ. ഒന്ന് വഴി തെറ്റിപ്പോയാൽ തീർന്ന്. ടാറിട്ട റോഡെത്തി. യെസ്, നമ്മൾ കേരള ചെക്ക് പോസ്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. നോക്കിക്കോളൂ. അമ്മ, യെസ്, നമ്മളങ്ങനെ കേരളത്തിലോട്ട് ടയറെടുത്ത് വെച്ചിരിക്കുകയാണ്. ഓ, ആനവണ്ടിയൊക്കെ കണ്ടു തുടങ്ങി. കേരളത്തിലിപ്പോൾ റോഡുകളൊക്കെ അടിപൊളിയാട്ടോ. ഇങ്ങോട്ട് കടന്നപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ? നോ പാർക്കിംഗ്, നോ ഫോട്ടോഗ്രാഫി. ഓക്കെ, നല്ല റോഡും നല്ല കേവ്സും വാഹനങ്ങളും അധികമല്ല. ചെറിയ പാലോട്ടോ, ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് സൈഡിലൂടെ.
ഓ, ഇതിലാണ് തിരുനെല്ലി ടെമ്പിളിലോട്ട് പോകാറല്ലേ? ഫുള്ള് തേക്ക് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ്. ഇവിടെ നിർത്താൻ പാടുണ്ടോ, നിർത്തിക്കഴിഞ്ഞാൽ വല്ല സീനുണ്ടോ എന്നാണ്. പതുക്കെ എങ്ങനെ പോവാം. നല്ല കിടിലൻ സ്പോട്ടാണത്. ഫുള്ള് തേക്കാട്ടോ. കാട് കഴിഞ്ഞോ? ആളുകളൊക്കെ കണ്ടു തുടങ്ങി. യെസ്, നമ്മളിപ്പം വേറൊരു റോഡിലോട്ട് വന്ന് മുട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് തോൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ കാടും മലയൊക്കെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് കുറേ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ കൽപ്പറ്റ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ സ്ഥിരം പോകുന്ന ഒരു റൂട്ടാണ്, സ്ഥിരം ഒരുപാട് വീഡിയോസ് ഇട്ട ഒരു റൂട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.